അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഒരു വിശ്വാസി ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത്. കാരണം പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമസ്കാരത്തെക്കുറിച്ചാണ്. ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ തൃപ്തികരമായൊരു മറുപടി നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ എളുപ്പമായിരിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നിസ്കാരത്തെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുമായിട്ടുള്ള ഒരു രഹസ്യ സംഭാഷണമാണ് എന്ന്. ഇന്ന അഹദക്കും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹ് ഔ ഇന്ന റബ്ബഹു ബൈനഹു ബൈനൽ ഖിബ്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അവൻ തൻ്റെ രക്ഷിതാവുമായി കൂടെ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു എന്നതാണ്. സഹോദരന്മാരെ, മഹാനായ റബ്ബിലേക്ക് അടുക്കുവാനും മനസ്സ് തുറക്കുവാനും ഇരു ലോകത്തിലെ നന്മകൾ നേടിയെടുക്കുവാനും കഴിയുന്ന അമൂല്യമായ സന്ദർഭമാണ് നിസ്കാരം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ആത്മാർത്ഥമായിക്കൊണ്ട് നാം നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ രൂപത്തിൽ നല്ല നിലക്ക് ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ആ നിസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നെന്ന ബോധം നമുക്കുണ്ടാകാറുണ്ടോ? നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ റബ്ബുമായി കൊണ്ട് പങ്കുവെച്ചൊരു അനുഭവം നമുക്ക് നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ തോന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഇല്ല എന്നതായിരിക്കും മറുപടി. സഹോദരങ്ങളെ, എന്താണ് പരിഹാരം? നമ്മുടെ നിസ്കാരം ഭക്തിപൂർണ്ണമാക്കുവാനും ആസ്വദിച്ച് നിർവഹിക്കുവാനും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുന്നത് അവിടുന്ന് സൂചിപ്പിക്കുകയാണ്. അഥവാ ഒന്നാമത്തെ കാര്യം, നിസ്കാരം എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിക്കൊണ്ട് മാറണമെന്നാണ്. അത് സമയം ഉണ്ടാകുമ്പോൾ ചെയ്യലല്ല. നിസ്കാരത്തെ കാത്തിരിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകണം. ബാങ്ക് കൊടുത്താൽ മതി, പള്ളിയിൽ പോയാൽ മതി, എൻ്റെ കാര്യങ്ങൾ പങ്കുവെച്ചാൽ മതി എന്ന ഒരു ആഗ്രഹത്തോടു കൂടെ നിസ്കാരത്തെ കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നിസ്കരിക്കുന്ന സമയം നിസ്കാരത്തിന് നൽകണം തന്നെയാണ്. ശരീരം മാത്രമല്ല, പരമാവധി മനസ്സും അവിടെ കൊടുക്കാൻ ബോധപൂർവമായ ശ്രദ്ധ, അത് വെറുതെ കിട്ടൂല. ബോധപൂർവമായ ശ്രദ്ധ ഓരോ വക്തിലും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി കഠിനമായി കൊണ്ട് പരിശ്രമിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നിർവഹിക്കണമെന്നാണ്. പലരും അശ്രദ്ധയിൽ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ ചില രൂപത്തിലൊക്കെ നിർവഹിക്കുന്നത് കാണാൻ കഴിയും. റുക്നുകൾ പൂർത്തിയാകണമല്ലോ, നിസ്കാരത്തിലെ റുക്നുകൾ പൂർത്തിയാകണം. അപ്പം തക്ബീറത്തുൽ ഇഹ്റാം പലരും ഒഴിവാക്കി നേരെ റുക്കുവിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. കഴിവുണ്ടായിട്ടും നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ റുക്കിനാണ്. പക്ഷെ നിൽക്കാൻ കഴിവുണ്ടായിട്ടും കസേരയിൽ അകാരണമായിക്കൊണ്ടിരിക്കുന്ന ചിലർ നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും ഫാത്തിഹ തന്നെ ഓതാൻ മറക്കുന്നത് കാണാൻ കഴിയും. റുക്കൂ ശരിക്കും നിർവഹിക്കുന്നില്ല, സുജൂദ് നേരം നിർവഹിക്കുന്നില്ല. സുജൂദിൽ 7 അവയവങ്ങൾ തട്ടണം എന്ന് പറഞ്ഞു. പല ആളുകളുടെയും 7 അവയവങ്ങൾ തട്ടാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ എങ്ങനെയൊക്കെയോ ചെയ്തു തീർക്കുന്നൊരു സാഹചര്യം ഇല്ലാതെ എൻ്റെ റസൂൽ എന്നോട് എങ്ങനെ നിർവഹിക്കണമെന്നാണോ പറഞ്ഞത് എന്ന് ശരിക്കും പഠിച്ച് അതിൻ്റെ ഗൗരവം നമ്മിൽ മനസ്സിൽ കൊടുത്തിട്ട് നിർവഹിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. മറ്റൊന്ന്, എൻ്റെ എല്ലാ കാര്യവും ശരിയാക്കി തരുന്നത് അള്ളാഹു ആണല്ലോ. ആ അള്ളാഹു ഇഹലോകത്തിൽ കൊടുക്കുന്നൊരു സമയമാണ് നിസ്കാരം. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടെ ഞാൻ എത്രത്തോളം റബ്ബിന് എൻ്റെ സമയം കൊടുക്കുന്നുവോ അത്രത്തോളം എൻ്റെ കാര്യത്തിൽ റബ്ബ് ഇടപെടും എങ്കിൽ റബ്ബിന് കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നിസ്കാരം എന്ന ബോധത്തോടു കൂടെ നിസ്കാരത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ശ്രദ്ധ തെറ്റിയാൽ ഒരു ന്യൂനത വരും എന്നൊരു ഓർമ്മയോടുകൂടെ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന്. അതുകൊണ്ട് എപ്പോഴും ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക, യാന്ത്രികമാകാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നന്നായി മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ബാങ്കിനുള്ള മറുപടി, അതിനുശേഷമുള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ മനസാന്നിധ്യത്തോടെയുള്ള വുളൂ, ആ വുളൂവിന് ശേഷമുള്ള പ്രാർത്ഥന, തഹിയ്യത്ത് നിസ്കാരം, റവാത്തിബ് നിസ്കാരം എന്ന് തുടങ്ങി ഒരു നിസ്കാരത്തിലേക്ക് പൊടുന്നനെ വന്ന് കൈകെട്ടുന്നതിന് മുൻപുള്ള നാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ തട്ടി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ നിസ്കാരത്തിൻ്റെ ഖുശൂഇനെ ബാധിക്കും. അതേപോലെ തന്നെ ബാത്റൂമിലെ മറ്റൊക്കെ പോകാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിച്ച് മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഞാൻ ചൊല്ലി പറയുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അറിവ് നമ്മൾ നേടുക എന്നുള്ളതാണ്. കൈ കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ റബ്ബിനോട് ചോദിക്കുന്നത്,
അതിനെക്കുറിച്ചൊക്കെ ഒരു നല്ലൊരു ധാരണ ഉണ്ടാക്കാനൊക്കെ നമ്മൾ സമയം കാണുക. അതേപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. പടച്ചോനെ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നിനക്ക് ഞാൻ നിർവഹിക്കുന്ന ഇബാദത്തൊക്കെ നന്നാക്കാനും എന്നെ പിന്നെ സഹായിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറെക്കുറെ പരിഹാരമാകും സുഹൃത്തുക്കൾ. അതേപോലെ തന്നെ സ്വലാത്ത് മുവദ്ദിഹ്, ഇത് നിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്നൊരു ബോധത്തോടു കൂടെ നിർവഹിക്കുക എന്നതൊക്കെ പണ്ഡിതന്മാരും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പരമാവധി പരിക്കുകളില്ലാത്ത നിസ്കാരം പിന്നെ ശീലിക്കാൻ നമുക്ക് കഴിയണം. ഖുശൂ നിലനിർത്തിയൊരു നിസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് മുഖേന നിസ്കാരം കൊണ്ട് റബ്ബ് ഉദ്ദേശിച്ച എല്ലാ നന്മകളും നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.